വിശദമായി നോക്കാം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടി പിടിയിലായ ഗോവിന്ദചാമിയെ വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് കൊണ്ടുപോയി. കനത്ത പോലീസ് സുരക്ഷയിലാണ് കൊണ്ടുപോയത്. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, ഗോവിന്ദചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മാറ്റാനുള്ള തീരുമാനം ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ വിയ്യൂരിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതീവ സുരക്ഷയിലാണോ അവിടെ നിന്നും കൊണ്ടുപോയത്? വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ ഗോവിന്ദചാമിയെ കടുത്ത സുരക്ഷാ സംവിധാനങ്ങളുള്ള വിയ്യൂർ ജയിലിലേക്ക് മാറ്റാനുള്ള ഉത്തരവ് ഇന്നലെ തന്നെ പുറത്തിറങ്ങിയിരുന്നു. പക്ഷേ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി മാത്രമാണ് ഇയാൾ ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട കേസിലെ നടപടിക്രമങ്ങൾ പൂർത്തിയായത്. ഇതേ തുടർന്നാണ് ഇന്നലെ മാറ്റേണ്ടതില്ല, ഇന്നത്തെ രാവിലത്തേക്ക് കൊണ്ടുപോകാം എന്നൊരു തീരുമാനത്തിലേക്ക് ജയിൽ അധികൃതർ എത്തിയത്. അത് പോലീസിന്റെ കൂടി നിർദ്ദേശമനുസരിച്ചാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് പോയത്. നമുക്കറിയാവുന്നതുപോലെ ഇന്നലെ ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാവേണ്ടതുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇയാളെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം ചോദ്യം ചെയ്യലും വൈദ്യപരിശോധനയും തെളിവെടുപ്പും ഒക്കെ കഴിഞ്ഞ് വൈകിട്ട് 5:30 മാത്രമാണ് ഗോവിന്ദചാമിയെ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കിയത്. പിന്നാലെ ജയിലിലേക്ക് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത ഇയാളെ ജയിലിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ സമയം 6:30 മണി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രിയിൽ കൊണ്ടുപോകുന്നതിൽ ചില സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെന്ന് പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലത്തേക്ക് ഇയാളെ ജയിൽ മാറ്റാനുള്ള തീരുമാനമെടുക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ 7:20 ഗോവിന്ദചാമിയെ കണ്ണൂരിൽ നിന്ന് വിയ്യൂരിലേക്ക് കൊണ്ടുപോയത്. വലിയ സുരക്ഷയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ്, വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇയാളെ ജയിലിലേക്ക് മാറ്റുന്നത്. ഏതാണ്ട് 20-ലധികം പോലീസുകാർ ഈ വാഹനത്തിൽ ഇയാളെ അനുഗമിക്കുന്നുണ്ട്. എന്തായാലും 7:20 ഇയാളെ വിയ്യൂരിലേക്ക് കൊണ്ടുപോയി ഉച്ചയോടുകൂടി ഇയാളെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ എത്തിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ നടരാജ് പരശുറാം കൂടി ചേരുന്നു വിവരങ്ങൾ നൽകാൻ. നടരാജ്, വിയ്യൂരിലേക്കാണ് ഗോവിന്ദചാമിയെ കൊണ്ടുവരുന്നത്. എത്ര മണിയോടുകൂടി അവിടെ എത്തുമെന്നാണ് കരുതുന്നത്? അവിടെ എങ്ങനെയാണ് സെല്ലൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ളത് ഗോവിന്ദചാമിക്കായി? സംസ്ഥാനത്തെ കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന സംസ്ഥാനത്തെ തന്നെ ഏറ്റവും സുരക്ഷയുള്ള അതീവ സുരക്ഷാ ജയിലാണ് വിയ്യൂരിലുള്ളത്. വിയ്യൂരിൽ 2 ജയിലുകളാണുള്ളത്. ഒന്ന് ജില്ലാ ജയിലും മറ്റൊന്ന് അതീവ സുരക്ഷാ ജയിലും. കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട് കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും എടുത്ത ശേഷമായിരിക്കും വിയ്യൂരിലേക്ക് ഗോവിന്ദചാമിയെ എത്തിക്കുക എന്നാണ് അറിയുന്നത്. ഒരു 11 മണിക്കും 12 മണിക്കും ഇടയിൽ ഇവിടെ ഗോവിന്ദചാമിയുമായി പ്രത്യേക അന്വേഷണ സംഘം എത്തുമെന്നാണ് കരുതുന്നത്. എന്തായാലും വലിയ സുരക്ഷ വിയ്യൂരിൽ ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ വിയ്യൂരിലുള്ളത് 3 ടയർ സെക്യൂരിറ്റി സിസ്റ്റമാണ്. സർക്കുലർ ഷേപ്പിൽ 3 ഘട്ടം കടന്നു മാത്രമേ ഒരു കുറ്റവാളി പുറത്ത് ചാടാൻ ശ്രമിക്കുന്നെങ്കിൽ പുറത്തു വരാൻ കഴിയൂ. അത്രയ്ക്കും വലിയ സുരക്ഷയാണ് വിയ്യൂരിലുള്ളത്. അതായത് 536 പേരെ പാർപ്പിക്കാൻ ശേഷിയുള്ള ജയിലാണ്. 125 കൊടും കുറ്റവാളികൾ ഇപ്പോഴുണ്ട്. 4.2 മീറ്ററാണ് അവിടുത്തെ മതിലുകളുടെ സെല്ലുകളുടെ ഉയരം എന്ന് പറയുന്നത്. CCTV ക്യാമറകളുടെ നിരീക്ഷണം എല്ലാ ഭാഗത്തും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സെല്ലുകളിലുള്ളവർക്ക് പരസ്പരം സംസാരിക്കാൻ കഴിയില്ല. ഒറ്റയ്ക്കുള്ള ഏകാന്ത സെല്ലിലാണ് ഗോവിന്ദചാമിയെ പാർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് മറ്റു കുറ്റവാളികളുമായി സംസാരിക്കാനോ ഇടപഴകാനോ അവസരം ലഭിക്കില്ല. ഭക്ഷണം എത്തിച്ച് നൽകും. ഭക്ഷണം പുറത്തുപോയി കഴിക്കാനുള്ള, സെല്ലിന് പുറത്തെത്തി മറ്റ് കോമ്പൗണ്ടുകളിൽ നിന്നും കഴിക്കാനുള്ള സൗകര്യമില്ല. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമുള്ള മുറിയാണ്. അതുകൊണ്ട് തന്നെ ബാത്റൂം മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾക്കായി പുറത്തു വരേണ്ട സാഹചര്യം അവിടെ ഇല്ല എന്നുള്ളതാണ്. 6 മീറ്റർ ഉയരത്തിലുള്ള 700 മീറ്റർ ചുറ്റളവിലുള്ള മതിലാണ് പുറത്തുള്ളത്. അതുപോലെ തന്നെ 10 അടി ഉയരത്തിൽ വൈദ്യുതി വേലി വിയ്യൂർ സെൻട്രൽ ജയിലിലുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. മതിലിന് പുറത്ത് 15 മീറ്റർ വീതം ഉയരമുള്ള 4 ടവറുകളുണ്ട്. ഇവിടെയൊക്കെ തന്നെ പാറാവുകാരുമുണ്ട്. എന്തായാലും കർശന സുരക്ഷ വിയ്യൂർ സുരക്ഷാ ജയിലിൽ ഒരുക്കിയിട്ടുണ്ട്, സജ്ജമാണ് എന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലെ തന്നെ സജ്ജമായ മറ്റൊരു ജയിലിൽ നിന്നാണ് ഗോവിന്ദചാമി ചാടിപ്പോയത് എന്ന കാര്യം നമ്മൾ മറന്നുകൂടാ. എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോഴും അത് നടപ്പിലാക്കാനുള്ള മാനവ വിഭവശേഷി കുറവ് ജയിലുകളിലുണ്ട്. സെക്യൂരിറ്റികളുടെ കുറവ്, ആളുകളുടെ കുറവ് ജയിലുകളിലുണ്ട് എന്ന് മുൻ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരും ഒക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഫലപ്രദമായി ഞാൻ നേരത്തെ പറഞ്ഞ സൗകര്യങ്ങൾ വിനിയോഗിക്കുകയാണെങ്കിൽ ഗോവിന്ദചാമി ഉൾപ്പെടെയുള്ള കൊടും കുറ്റവാളികളെ ജയിലിൽ പുറത്തു ചാടാതെ സംരക്ഷിക്കാൻ കഴിയും. അതല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നടന്നതുപോലുള്ള സംഭവങ്ങൾ വീണ്ടും നടന്നേക്കാം. ദിവ്യ. എന്തായാലും ഏകാന്ത സെല്ലിലാണ് വിയ്യൂരിൽ ഗോവിന്ദചാമിയെ പാർപ്പിക്കുക എന്നാണ് അറിയുന്നത്. ഒരിക്കൽ ജയിൽ ചാടിയത് കൊണ്ട് തന്നെ അതീവ സുരക്ഷയൊരുക്കുന്നു, നിരീക്ഷണം ഒരുക്കുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും പുറത്തിറക്കേണ്ടി വരില്ല ഗോവിന്ദചാമി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
നടരാജ് പരശുറാമാണ് വിവരങ്ങൾ നൽകിയത്.